السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. ഹാഫിദ് ഓതിയ ആയത്തെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? വല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുരി ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ. അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് വാർദ്ധക്യം എന്ന ഒരു മഹാസംഭവത്തെ പറ്റിയാണ്. നമ്മളൊക്കെ വളരെ ആശങ്കയോടെയും പേടിയോടെയും കാണുന്ന ഒരു സംഭവമാണ് വാർദ്ധക്യം. അള്ളാഹു അത് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, വല്ലാഹു ഖലഖക്കും, നിങ്ങളൊക്കെ പടച്ചത് അള്ളാഹുവാണ്. സുമ്മ യതവഫാക്കും, പിന്നെ ഏത് സമയത്തും അള്ളാഹു നിങ്ങളെ മരിപ്പിക്കാം. ചിലരെ ചെറുപ്പകാലത്ത് മരിപ്പിക്കും, ചിലരെ യുവത്വകാലത്ത് മരിപ്പിക്കും, ചിലരെ കുറച്ചും കൂടി പ്രായം കഴിഞ്ഞ് മരിപ്പിക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുർ, നിങ്ങളിൽ നിന്ന് ചിലരെ വളരെ മോശം ആയുസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ, എല്ലാം ഓർത്തതിന്റെ ശേഷം പിന്നെ ഓർമ്മയില്ലാത്തൊരു കാലമുണ്ടാകാൻ വേണ്ടി. എല്ലാം അറിയുന്ന ആളായിരുന്നു, ഇപ്പൊ ഒന്നും അറിയാത്ത അവസ്ഥ. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ ഇത് ഇന്ന ആളാണ് എന്ന്. കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോ ഇയാളെ മനസ്സിലാകുന്നില്ല. ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ, എല്ലാം ഓർത്തിട്ട് പിന്നെ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ, എല്ലാം അറിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥ. ഇങ്ങനെ ഒരു കാലം നിങ്ങളിൽ നിന്ന് ചിലർക്ക് വരും എന്ന് അല്ലാഹ് പറയുന്നു. സൂറത്ത് യാസീനിലൂടെ അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നു, വമൻ നുഅമ്മിർഹു നുനക്കിസ്ഉ ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. വമൻ നുഅമ്മിർഹു, ഒരാൾക്ക് നമ്മൾ നല്ലോണം ആയുസ് കൊടുത്താൽ നുനക്കിസ്ഉ ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിൽ അട്ടിമറി നമ്മൾ നടത്തും. ആദ്യമുണ്ടായ കാലം അവസാന കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. കാഷ്ടവും മൂത്രവും ബെഡിൽ പോകുന്ന സന്ദർഭം, ഓർമ്മപ്പിശക് ഉള്ള സന്ദർഭം, എന്താണ് പറയുന്നത് എന്ന് തിരിയാത്ത സന്ദർഭം, ഇത് കൊണ്ടുവരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മൻ ഖറഅൽ ഖുർആന ലം യുറദ്ദ ഇലാ അർദലിൽ ഉമുർ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത്തരം ഒരു അവസ്ഥ അള്ളാഹു തരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതകാലത്ത് ഖുർആൻ നല്ലോണം ഓതുകയാണെങ്കിൽ ഈ രൂപത്തിൽ കിടത്തത്തിലായി ഈ കാഷ്ടവും മൂത്രവും ഒക്കെ ബെഡിൽ പോകുന്ന, പറയുന്നതെന്തെന്ന് മനസ്സിലാക്കാത്ത, ഓർമ്മപ്പിശകുള്ള ആ ഒരു സന്ദർഭം ഉണ്ടാകൂല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ആയുസ് നിർണായകമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനവും മുതൽക്കൂട്ടുമാണ് ആയുസ്. ഈ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു മഹാപ്രതിഭാസമാണ്. നഷ്ടപ്പെട്ട പൈസ നമുക്ക് തിരിച്ചെടുക്കാം, പക്ഷെ നഷ്ടപ്പെട്ട സമയം തിരിച്ചെടുക്കാൻ പറ്റൂല. നരകത്തിൽ അദാബ് സഹിക്കുമ്പോ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് അവര് കെഞ്ചി പറയുമ്പോ അള്ളാഹു പറയുന്നൊരു വർത്താനുണ്ട്. ഹാഫിദ് ഓതിയില്ലേ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് നമ്മൾ ആയുസ് തന്നില്ലേ? എത്ര ആയുസ്? മാ, ഒരു കാലം തന്നില്ലേ? യതദക്കറു ഫീഹി മൻ തദക്കറ, ആലോചിക്കേണ്ടവർക്ക് ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കേണ്ട ഒരു ആയുസ് നമ്മൾ തന്നില്ലേ? 60 തന്നില്ലേ? 40 തന്നില്ലേ? വജാഅകുമുൻ നദീർ, ഒരു മുന്നറിയിപ്പുകാരനും വന്നില്ലേ? ആയുസ് തന്നില്ലേ? മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? ഏതായി മുന്നറിയിപ്പുകാരൻ? അത് തലയും താടിയും നരക്കുകയാണ്, കുടുംബങ്ങളും ബന്ധുക്കളും മരിക്കലാണ്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പോലത്തെ അസുഖങ്ങളാണ്. നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് നര തന്നില്ലേ? നിങ്ങൾക്ക് അസുഖം തന്നില്ലേ? ഇതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കാണണ്ടേ? നമുക്ക് കാണാം,
മാ മിൻ ഷഅറത്തിൻ ഇബ്യല്ലത്ത് ഇല്ലാ ഖാലത്ത് ലി ഉഖ്തിഹാ ഇസ്തഇദി ഫഖദ് ഖറബൽ മൗത്ത്. ഒരു മുടി നരച്ചു കഴിഞ്ഞാൽ ആ മുടി തൊട്ടടുത്തുള്ള മുടിയോട് പറയുകയാണ് ഇസ്തഇദി, റെഡിയായിക്കോ, ഫഖദ് ഖറബൽ മൗത്ത്, മരണം അടുത്തിട്ടുണ്ട് എന്ന്. ഒരൊറ്റ മുടി നരച്ചാൽ ആ മുടി മറ്റു മുടികളോട് പറയാണ് തയ്യാറായിക്കോ എന്ന്. അധികം വൈകാതെ മറ്റേ മുടിയും നിറക്കും. നമ്മളെ ഈ മൈസൂർ പഴത്തിന്റെ കൊല പഴുക്കാൻ എടുത്ത മാതിരിയാണ്. ആദ്യം ഒന്ന് പഴുക്കും, 2 ദിവസം കഴിയുമ്പോഴേക്ക് ഒട്ടാകെ പഴുക്കും. നമ്മൾ ആ പഴുത്ത ഒന്ന് നമ്മൾ പറിച്ചാലും ശരി, അത് പറിക്കാതെ അവിടെ നിലനിർത്തിയാലും ശരി, ഒന്ന് പഴുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് മെല്ലെ മെല്ലെ അതിങ്ങനെ പഴുത്ത് പരന്നുകൊണ്ടേയിരിക്കും. അപ്പോ പറയുന്നത്, ഒരു മുടി നരച്ചാൽ ആ മുടി മറ്റുള്ള മുടികളോട് പറയാണ് തയ്യാറായിക്കോ, മരണം അടുത്തിട്ടുണ്ട്. ആദ്യമായി ചരിത്രത്തിൽ നരച്ചത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യരല്ലാത്ത വേറെ ഒരു ജീവിക്കും നര എന്ന സംഭവമേ ഇല്ല. മനുഷ്യന്റെ ആയുസ് തീർന്നിട്ടുണ്ട് എന്നും മരണം അടുത്തിട്ടുണ്ട് എന്നും കാണിക്കാനാണ് മനുഷ്യന് അല്ലാഹു തആല നരത്തിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു പറയുകയാണ്, അശ്ശൈബു നൂരി, നര എന്റെ പ്രകാശമാണ്. നരച്ച ഒരാളെ ശിക്ഷിക്കുന്നത് എനിക്ക് ലജ്ജയാണ്. പരിശുദ്ധ ഇസ്ലാമിലായിട്ട് വളർന്നിട്ടാണല്ലോ അവന് ആ നര വന്നത്. അതുകൊണ്ട് അവനെ ശിക്ഷിക്കുന്നത് എനിക്ക് നാണക്കേടാണെന്ന് അല്ല പറഞ്ഞതായി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നരച്ച മുടി മൈലാഞ്ചിയിട്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. യുദ്ധത്തിന്റെ ആവശ്യത്തിനല്ലാതെ കറുപ്പിക്കൽ ഹറാമുമാണ്. സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ അഹദുകും ഇംറഅതൻ വഖദ് ഖലബ ബിസ്സവാദി ഫൽയുലിംഹാ. നിങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ മുടി കറുപ്പിച്ചിട്ടാണ്, മുടി കറുപ്പിക്കാൻ തന്നെ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയോ മറ്റോ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുടി കറുപ്പിച്ചിട്ട് ഓനെ അങ്ങനെയാണ് ഒരു പെണ്ണിനെ ആലോചന നടത്തുന്നതെങ്കിൽ ഫൽയുലിംഹാ, അത് അവളെ അറിയിക്കണം. എന്ത്? ഈ മുടി നരച്ചിട്ടുണ്ട് എന്ന്. നരച്ച ഒരു മനുഷ്യൻ കറുപ്പിച്ചിട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, കാലത്ത് അറാക ഖതബ് കാലത്ത് ഖറാക ഖലബ് തശൈബ ഖുൽതു ലഹാ സതർതുഹാ അൻകിയാ സംഇ വയാ ബസരി. നിങ്ങള് മുടി കറുപ്പിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നത് എന്ന് കല്യാണം കഴിഞ്ഞപ്പോ ഓള് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു, സതർതുഹാ അൻകിയാ സംഇ വയാ ബസരി. എന്റെ കണ്ണേ, എന്റെ കരളെ, ഞാനത് മറച്ചു വെച്ചതാണ്, നിന്നെ തൊട്ട് ഞാൻ മറച്ചതാണ്. ഓള് പൊട്ടിച്ചിരിച്ച് അത്ഭുതം കൊണ്ട് ഓള് പറയുകയാണ്, ചതി വ്യാപകമായിരിക്കുന്നു, മുടിയിൽ വരെ ആളുകൾ ചതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു എന്ന്. അയാൾ ഭാര്യയെ ചുംബിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ പറയാണ്, നരച്ച മുടിയേറ്റെടുത്ത് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട. ജീവിതകാലത്താണോ തൊള്ളയിൽ പഞ്ഞി നടക്കുന്നത്? താടി മുടിയൊക്കെ നിറച്ചിട്ട് എന്നെ ചുംബിക്കാൻ വരുന്നു. ജീവിതകാലത്ത് തൊള്ളന്റെ അവിടെ പഞ്ഞി കൊടുക്കുന്ന പരിപാടി നടക്കൂല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നിങ്ങളിൽ ആരെങ്കിലും മുടി കറുപ്പിച്ചിട്ട് ഒരു പെണ്ണിനെ, മുടി കറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറുപ്പിക്കാൻ പറ്റുന്നത് കൊണ്ടല്ല, യുദ്ധത്തിന് വേണ്ടിയൊക്കെ കറുപ്പിച്ചിട്ട് നിങ്ങൾ ഒരു പെണ്ണിനെ ആലോചിക്കുകയാണെങ്കിൽ അവളെ അറിയിക്കണം എന്ന്. ചതി പാടില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ വാർദ്ധക്യകാലം. വാർദ്ധക്യത്തിന് ഇസ്ലാം ഭയങ്കര വില കൊടുക്കുന്നുണ്ട്. പാശ്ചാത്യ ലോകമൊക്കെ എന്താ ചെയ്യുന്നത്? വൃദ്ധസദനങ്ങൾ വ്യാപകമായി കെട്ടിപ്പൊക്കുകയാണ്. പാശ്ചാത്യ ലോകമല്ല, നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ വൃദ്ധസദനങ്ങളായി. ഭാര്യയും ഭർത്താവും മകനും മരുമകളും രണ്ടുപേർക്കും നേരം വെളുത്താൽ ഓഫീസിൽ പോകാനുണ്ട്. അപ്പൊ പിന്നെ അവരെ കൊണ്ടുപോയ
കൊണ്ടുപോയി ഡേ കെയറിൽ കുട്ടികളെ കൊണ്ടുപോയി വെക്കുന്നത് പോലെ ഉപ്പയെയും ഉമ്മയെയും അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. മാസത്തിലോ വർഷത്തിലോ ആഘോഷങ്ങൾ വരുമ്പോഴോ ഡ്രസ്സും ഗിഫ്റ്റും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സന്ദർഭം. സൂത്രത്തിൽ അവരുടെ മുതൽ എഴുതി വാങ്ങിയിട്ടാണ് അവരെ ഈ കൊണ്ടുപോയി ആക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം. ഇത് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. പാശ്ചാത്യ ലോകത്ത് ഒന്നും കൂടിയുണ്ട്. യൂത്തനേസിയ, മെർസി കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ദയാവധം നടത്തുക. പ്രായമായി കഴിഞ്ഞ് അസുഖമായി കഴിഞ്ഞ് ആരും നോക്കാനില്ലെങ്കിൽ അവർക്ക് മരിക്കാൻ അവരെ അനുവദിക്കുക, ദയാവധം നടത്തുക, സ്നേഹത്തോടെ കൊല്ലുക എന്നാണ് ആ വാക്ക് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അത് ക്രൈമാണ്, പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും അത് നിയമമാണ്, അനുവദിക്കപ്പെട്ടതാണ്. ഇങ്ങനെ പ്രായമുള്ളവർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ലോകം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു യുവാവും ഒരു പ്രായമുള്ള ആളും എന്തോ ഒരു വിഷയത്തിൽ വന്ന്, യുവാവ് ആദ്യം സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടുത്തു നിർത്തി. കബ്ബിർ കബ്ബിർ, പ്രായമുള്ള ആൾ ആദ്യം പറയട്ടെ, പ്രായമുള്ള ആൾ ആദ്യം പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രായം, ഖുർആൻ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് ഇടയ്ക്കിടക്ക് പറയുമ്പോൾ ഖുർആൻ അവിടെ പ്രായത്തെ ഒന്ന് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തു. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. പ്രായമുള്ള മാതാവും പിതാവും ആണെങ്കിൽ ശ്രദ്ധിക്കണം, അവരോട് മാറൂഫായ വാക്ക്, മാന്യമായ വാക്ക് പറയണം, ചേ എന്ന വാക്ക് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. പ്രായമുള്ള ഒരാളെ ആദരിച്ചാൽ ഇവന് പ്രായമാകുമ്പോൾ അവനെ പരിഗണിക്കുന്ന ഒരാളെ ഞാൻ ചുമതലപ്പെടുത്തുമെന്ന് അള്ളാഹു പറഞ്ഞതായി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് ഓൺലൈനിൽ കേൾക്കുന്നവര് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ മുന്തിയ ജസാ നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.